വാങ്ങിച്ചു, പിന്നെ 2000. ഇതൊക്കെ എന്ത് ചെയ്തു? എടി, ആദ്യം കണ്ണും പൂട്ടി കുറെ ചെലവാക്കണം, പിന്നെ നോട്ടെണ്ണാൻ ആളെ അങ്ങ് വെച്ചാ മതി. ഞാൻ വല്യേട്ടനോട് പറഞ്ഞു നോക്കാം. ഏതായാലും കൊള്ളാം, ഇപ്രാവശ്യം ഞാനും വരും. നമുക്ക് സമിതി പോലെ അങ്ങ് പോകാമെന്ന്. പിന്നെ അപ്പൊ അങ്ങനെ വേണ്ട, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഇവിടെ നീറി ചാവാൻ. അവർ ഈ വീട്ടിലെ അമ്മയാണ്. അങ്ങനെ വിചാരിക്കുന്നവർ ചോദിച്ചോളൂ. എനിക്ക് എന്റെ ഭർത്താവ് അനുവദിച്ചാൽ മതി. അത് ശരിയല്ല ജാനു. ചേട്ടത്തിയോട് ചോദിച്ചിട്ട് നീ പോകാവൂ. എനിക്കത് സമ്മതമില്ലെങ്കിലോ? സമ്മതം ഉണ്ടായിട്ട് പോയാ മതി എന്ന് വെക്കണം. ഇതെന്ത് ഗതികേടാണ് ഈശ്വര. ഭാര്യയുടെ മേൽ ഭർത്താവിനുള്ള അധികാരം മനസ്സിലാക്കാം, കണ്ട് അവളുമാരെയൊക്കെ അനുസരിക്കേണ്ടി വരുന്നത്. ജാനു, കലിതുള്ളിയാൽ പോരാ, എന്റെ ദുരിതം കൂടെ മനസ്സിലാക്കണം. ഞാനിവിടെ എല്ലാവരുടെയും ആട്ടും തൊപ്പും സഹിച്ച കഴിഞ്ഞുകൂടുന്നത്. ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. തലയിൽ പൊത്താൻ ഒരു തുള്ളി എണ്ണ വേണമെങ്കിൽ ചേട്ടത്തിയോട് ചോദിക്കണം. വെച്ചുകൂട്ടും താക്കോലും ഒക്കെ അവരുടെ കയ്യിലല്ലേ? നീ ചോദിച്ചാൽ ചേട്ടത്തി നിന്റെ താക്കോൽ തരില്ലേ? താക്കോല് തന്നാൽ ഞാൻ ഇവിടെ ഉള്ളതെല്ലാം കെട്ടിവാരി വീട്ടിലേക്ക് കൊടുത്തയച്ചാലോ? ഓഹോ, എന്നാ നീ ചെന്ന് ആ താക്കോലിങ് തരാൻ പറഞ്ഞ്. എന്തിന്? എനിക്ക് പെട്ടിന്നൊരു ആധാരം എടുക്കണം. എന്താധാരം? അതൊക്കെ പിന്നെ പറയാം. നീ എന്നാ താക്കോലിങ് തരാൻ പറ. ചോദിക്കുന്നൊരു മര്യാദ വേണ്ടേ? രൂപ 5000 ഇവരെ കൊടുത്തത് മറ്റാർക്കും അല്ലല്ലോ, സ്വന്തം സഹോദരിക്കല്ലേ. എന്ന് വെച്ച് ചേട്ടത്തി, ആ താക്കോലൊന്ന് വേണമല്ലോ. ഇവർക്ക് എന്താ ആകെ ഒരു വളർച്ച? അത് 6-7 മാസം കഴിയുമ്പോ അങ്ങ് പോകും. എത്രയായി? 3 കഴിച്ചു. നീ പ്രത്യേകം ശ്രദ്ധിച്ചോളണേ, തള്ളയില്ലാത്ത പെണ്ണ, പാവം. താക്കോല് കിട്ടിയോ? എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ഇല്ല. ആർക്കാണെന്ന് ചോദിച്ചിരിക്കും. ഒന്നും ചോദിച്ചില്ല. അത് വലിയ കഷ്ടമായി പോയല്ലോ. ഞാൻ കരുതിയത് നിന്റെ കൈവശം താക്കോൽ തരികയില്ലെന്നാണ്. ആധാരം എടുത്തിട്ട് പൂട്ടി താക്കോൽ തരണം, കൊണ്ടുപോയി കൊടുക്കട്ടെ. ജാനു, ഈ താക്കോൽ കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ തുരുമ്പ് പിടിച്ച പൂട്ട് തുറക്കും. അവിടെ തെറ്റിദ്ധാരണകളുടെ ചില ചിതലെടുത്ത ആധാരങ്ങൾ ഇരിപ്പുണ്ട്. അത് മുഴുവൻ ചുട്ട് ചാമ്പലാക്കും. ഇപ്പൊ ചേട്ടത്തി മനസ്സിലായില്ലേ? ഇനി എന്റെ പൊണ്ണ് ഈ താക്കോല് കൊണ്ടുപോയി ചേട്ടത്തി ഏൽപ്പിക്കും. ഏതായാലും മാധവൻ ഇനി അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വേണ്ട, ചേട്ടത്തിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇത്രയും നാളും എന്റെ കയ്യിലല്ലയോ ഇരുന്നത്. വീട്ടുകാര്യങ്ങളൊക്കെ നീയും കൂടി പരിചയിക്കണം. താക്കോല് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. താക്കോൽ എങ്ങനെ വിശ്വസിച്ച് കയ്യെ തന്നു? തരാതിരിക്കാൻ ഒക്കുമോ? കെട്ടും പൂട്ടൊക്കെ വേറെ കയ്യെ പോയത് കൊണ്ട് ഇനി ഉറക്കം വരുന്ന കാര്യം സംശയമാ. അയ്യോ, കഴിഞ്ഞ ആഴ്ച നിറയെ നെയ്യണ്ടായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് തീർന്നോ? അവർക്കെന്താ നെയ്തുന്ന തേക്കില് കാണാൻ മേലെ ഊത്താൻ വെട്ടിമാര് ചീർത്തു വരുന്നത്. കാര്യമൊന്നും ഇല്ലാതിരിക്കായിരുന്നു വെളിച്ചപ്പാടത്തുള്ള. ഇതെന്ത് പറ്റി ജാനു? അലമാരി നിർത്തപ്പോ കൈ വഴുതി വീണു. സാരമില്ല, തൂത്ത് വാരി കളയാം. കുപ്പിച്ചിന്റെ കയ്യിലും കാലിലൊന്നും കൊണ്ടില്ലല്ലോ. ഇല്ല. ആ നോട്ടം കണ്ടില്ലേ, അത്ര രസിച്ചിട്ടില്ല. അയ്യോ, കഷ്ടമായി പോയല്ലോ. സാരമില്ല, കൈ കൊണ്ടെടുക്കല്ലേ. മുറി, നീങ്ങി മാർ. ഞാൻ എടുത്തോളാം. വേണ്ട, ഇങ്ങോട്ട് മാർ. താക്കോല് ചേട്ടത്തിയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. നെയ്ഭരണി ഉടഞ്ഞതിനാണോ നീ ഇത്ര മഠയായി പോയല്ലോ ജാനു? എന്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം വീണ് പൊട്ടിയിരിക്കുന്നു. ഉടയുന്ന സാധനങ്ങൾ എടുത്ത് പെരുമാറുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ സൂക്ഷിക്കണം. താക്കോല് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആരുമില്ലേ ഇവിടെ? അടിയൻ മാത്രമേ ഉള്ളേ. എവിടെ പോയി നിന്റെ കണിയാല്? 5 തെങ്ങിലൊരു ജാതകം കുറിക്കാൻ പോയിരിക്കുവന്നേ. വീണ്ടും തെങ്ങിൽ തന്നെ അവന്റെ നോട്ടം. ഇടിച്ചവനെ കണിയലേ അടുത്തുള്ളയും പറഞ്ഞേക്കാം. കണിയാര് മറ്റന്നാളെ വരത്തുള്ളേ. തീർച്ചയാണോ? മാങ്കാവി ഭഗവതിയാണോ മറ്റന്നാളെ വരത്തുള്ളേ. സുന്ദരി, നിന്നെ ഒരു നോക്ക് കാണാൻ ഞാൻ എന്ത് പെടാപ്പാട് പെടുന്നറിയാമോ? അയ്യോ, ഇതാരാ? കേളുത്തമ്പഴല്ലയോ? അതെ, നിന്റെ കേളുത്തമ്പരാ തന്നെ. നീ അങ്ങ് വരണ്ടു പോയി അല്ലയോ? ഒരു നാടകത്തിലാണെന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ വേഷം കക്കിലാക്കിയത്. വാ, ഏതായിരുന്നാലും വാന്ന്. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്നെ വിഷമിപ്പിക്കരുത് എന്റെ സുന്ദരി. ഏതായാലും ഈ വേഷം കെട്ടി ഞാൻ ഇതുവരെ വന്നില്ലോ. ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടെ. കണിയാരി വരുന്നു. അയ്യോ, വന്നാൽ ഇരിക്കട്ടെ. തങ്ക്
കുഞ്ഞിനെ ഊട്ടാനിരിക്കുകയാണോ? നമുക്കൊന്നും വേണ്ടായിരിക്കും. അവൻ കൂടി ഉണ്ണട്ടെ. അയ്യോ, അവനൂടെ പട്ടിണി കിടക്കുകയല്ലേ. നമ്മൾ വാരി കൊടുത്തില്ലെങ്കിൽ അവനൊന്നും കിട്ടുകയില്ല. എന്താ മോനെ? അപ്പടി ഉപ്പ്. അയ്യോ, ഇതെന്ത് പറ്റി? എന്താ നീ? ഇന്ന് അവിയൽ ഉപ്പുവെള്ളത്തിലായിരിക്കും വേവിച്ചത്. നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ്. അതാണ് കറിക്ക് കുറ്റം പറയുന്നത്. അപ്പടി ഉപ്പ. ഓഹോ, അവിയൽ ശ്രീമതിയുടെ കൈപ്പടയായിരിക്കും. അതാണ് ഇന്ന് പരുങ്ങുന്നത്. ഞാൻ വെച്ചത് കൊണ്ടായിരിക്കും കഴിക്കുന്നത്. ജാനു, നീ ഇവിടെ വന്നിട്ട് നാള് കുറെ ആയില്ലേ? ഇനിയും ഇതൊക്കെ പഠിച്ചില്ലേ? ചേട്ടത്തിയുടെ കൂടെ നടന്ന് ഇതൊക്കെ നോക്കി പഠിക്കേ. തന്നെത്താൻ പഠിച്ചാൽ മതി. മനസ്സ് മധുരിച്ചെങ്കിലേ കൈയും മധുരിക്കൂ ജാനു. നീ ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങിയാലോ? അവൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വരണ്ടേ? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. നീ തമാശ പറഞ്ഞു, പക്ഷെ അവളത് കാര്യമാക്കി.